തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ബൈപ്പാസ് റോഡ് ചെമ്മാട്. വാർത്തകൾ വിശദമായി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ 40ാമത് മലപ്പുറം ജില്ലാ സമ്മേളനം ഡിസംബർ 4-5 തീയതികളിലായി വേങ്ങരയിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 4-ാം തീയതി 10:30 വ്യാപാരഭവനിൽ നടക്കുന്ന കൗൺസിൽ യോഗം സംസ്ഥാന സെക്രട്ടറി VA ലത്തീഫ് ഉദ്ഘാടനം ചെയ്യും. ഉച്ചയ്ക്ക് 2 മണിക്ക് പുതിയ കൗൺസിലും 5-ാം തീയതി രാവിലെ 9:30 പ്രകടനവും നടക്കും. തുടർന്ന് 10:30 APH ഹാളിൽ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം AP അനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്യും. 12 മണിക്ക് നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് KR കുറുപ്പ് ഉദ്ഘാടനം ചെയ്യും. 2:30 സംഘടനാ ചർച്ചയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PM അബ്ദുറഹ്മാൻ വിഷയാവതരണം നടത്തും. 4 പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടക്കും. സമ്മേളനത്തിൽ 1000 പ്രതിനിധികൾ പങ്കെടുക്കുമെന്നും 2009 പെൻഷൻ പരിഷ്കരണ കുടിശ്ശിക നൽകാത്ത 6 ഗഡു DA നിഷേധിച്ച 2024 പെൻഷൻ പരിഷ്കരണം അട്ടിമറിച്ച സംസ്ഥാന സർക്കാരിനെതിരെയുള്ള സമര പ്രഖ്യാപനം കൂടിയാകും സമ്മേളനമെന്നും ഭാരവാഹികൾ പറഞ്ഞു. 40ാം വാർഷിക സമ്മേളനം വേങ്ങര വെച്ച് നടക്കുകയാണ്. വരുന്ന 4-5 തീയതികളിലാണ്. ഞങ്ങളുടെ സർവീസ് സംഘടനയുടെ ആനുകൂല്യങ്ങൾ എല്ലാം നിഷേധിച്ചുകൊണ്ട് ഈ ഗവൺമെൻറ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ആ കാര്യങ്ങൾ നിർത്തിവെച്ചിട്ടുള്ള വേതനങ്ങളെല്ലാം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നിലകൊള്ളുന്ന ഒരു സംഘടനയാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ. ഈ സമ്മേളനം ഞങ്ങളുടെ സമ്മേളനം 3-4 ദിവസങ്ങളിലാണ്. 4-ാം തീയതി ഞങ്ങളുടെ ജില്ലാ കൗൺസിൽ യോഗം കാലത്തും വൈകുന്നേരമായിട്ട് ജില്ലാ കൗൺസിൽ യോഗം പുതിയതും പഴയതുമല്ല. അതിൻ്റെ 5-ാം തീയതി ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ AP അനിൽകുമാർ MLA ആണ്. മുഖ്യാതിഥി നമ്മുടെ സ്ഥലം MLA PK കുഞ്ഞാലിക്കുട്ടി സാഹിബാണ്. പിന്നീട് അതിനകത്ത് ആര്യാടൻ ഷൗക്കത്ത് KPCC ജനറൽ സെക്രട്ടറി, ആലിപ്പറ്റ ജമീല KPCC ജനറൽ സെക്രട്ടറി, KP അബ്ദുൽ മജീദ് KPCC സെക്രട്ടറി ഇവർ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ പ്രതിനിധി സമ്മേളനം ഇത്തരം കാര്യങ്ങളാണല്ലോ. അതിൽ KR കുറുപ്പ്, MP വരായുധൻ, ജില്ലാ സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയും പങ്കെടുക്കുന്നത്. സമ്മേളനം ഒരു പ്രകടനത്തോടു കൂടിയാണ് ഞങ്ങൾ ആരംഭിക്കുന്നത്. ഈ ഗവൺമെന്റിന് എതിരായിക്കൊണ്ട് ഉള്ള പ്രകടനമാണ്. കാരണം പെൻഷനേഴ്സ് കിട്ടേണ്ട 2019 പെൻഷൻ കുടിശ്ശിക വരെ ഇതുവരെ കിട്ടിയിട്ടില്ല. അതായത് കുടിശ്ശിക 4 ഗഡു തരണമെന്ന് പറഞ്ഞിട്ട് 3 ഗഡു തന്നിട്ടുള്ളൂ, 1 ഗഡു ബാക്കിയാണ്. DA നമുക്ക് 6 ഗഡു DA ബാക്കിയാണ്, അതും തന്നിട്ടില്ല. തന്ന DAയുടെ 79 മാസത്തെ അരിയേഴ്സ് റൈറ്റ് ഓഫ് ചെയ്തിരിക്കുകയാണ്. അത് എന്ന് തരുമെന്ന് ഈ ഗവൺമെന്റ് പറയാൻ പറ്റിയിട്ടില്ല, പറഞ്ഞിട്ടില്ല. അത് റൈറ്റ് ഓഫ് ചെയ്തു. അത്തരം വളരെ മോശമായ രീതിയിലാണ് ഞങ്ങളുടെ പെൻഷനേഴ്സിനെ ഈ ഗവൺമെന്റ് കാണുന്നത്. ആ ഒരു പ്രവണതയ്ക്കെതിരായിട്ട് അത് നമ്മൾ എതിർക്കുന്നതിന് വേണ്ടിയിട്ടും ഇനി വരാൻ പോകുന്ന ഞങ്ങളുടെ സമ്മേളനം നമ്മൾ നടത്തുന്നതിൽ സമര ആഹ്വാനമായിരിക്കും ഞങ്ങളുടെ സമ്മേളനം. കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ എല്ലാ ട്രഷറികൾക്ക് മുമ്പിലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിയമസഭയുടെ മുന്നിൽ എല്ലാം ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ സമരാഹ്വാനമായിട്ട് മാറും നിങ്ങളുടെ സമ്മേളനം എന്നുള്ളതാണ് പറയാനുള്ളത്. അതിനോടനുബന്ധിച്ച് സംസ്ഥാന സമ്മേളനം ഉണ്ട്. സംസ്ഥാന സമ്മേളനം ജാനുവരി 21, 22, 23 തീയതിയിൽ ആലപ്പുഴ വെച്ചിട്ടാണ്. അത്തരം പരിപാടികളാണ്. വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് മുല്ലശ്ശേരി ശിവരാമൻ നായർ, ജനറൽ കൺവീനർ KA സുന്ദരൻ, മണ്ഡലം പ്രസിഡന്റ് അരീക്കൻ മുഹമ്മദ് കുട്ടി, സെക്രട്ടറി KP വേലായുധൻ, PK ബീരാൻകുട്ടി, K രാധാകൃഷ്ണൻ, K കുഞ്ഞിമൊയ്തീൻ അച്ചനമ്പലം എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ വേങ്ങര.